ഓക്കെ, ഇനി നമുക്ക് ഹെഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹെഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ മാജിക് റിങ് ചെയ്യുന്നുണ്ട്. മാജിക് റിങ്ങിൽ 8 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത് കേട്ടോ. 8 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. മാജിക് റിങ് ചെയ്തിട്ടുണ്ട്. ഇനി 8 സിംഗിൾ ക്രോഷ്യ. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, സ്റ്റിച്ച് മാർക്കർ ഇടാം. 1 2 3 4 5 6 7 8 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റിച്ച് അത് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അയച്ചിട്ട് നേരെയാക്കാം. അതായത് ഈ രണ്ടെണ്ണം മാജിക് റിങ്ങിൽ ഇതിൽ ഈ രണ്ട് യാണിൻ്റെ കൂടെ ചെയ്യണമല്ലോ. അപ്പോൾ അതൊന്നും മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ച് ചെയ്യാം. 8. ഇനി ഈ മാജിക് റിങ് ക്ലോസ് ചെയ്യാം. ഇനി ഈ സ്റ്റിച്ച് മാർക്കറിന് പകരമായിട്ട് ഞാനൊരു യാൺ തന്നെയാണ് സ്റ്റിച്ച് മാർക്കറായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ഫസ്റ്റത്തെ ഇനി ഫുള്ള് 8 ഇൻക്രീസാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ഇൻക്രീസാണ് 1 സെയിം സ്റ്റിച്ചിൽ തന്നെ സ്റ്റിച്ച് മാർക്കർ ഇടാം. 2. ഇനി നെക്സ്റ്റ് ഇൻക്രീസ് 1 2. തേർഡ് ഇൻക്രീസ് 1 2. ഫോർത്ത് ഇൻക്രീസ് 1 2. ഫിഫ്ത്ത് ഇൻക്രീസ് 1 2. ഇനി സിക്സ്ത് ഇൻക്രീസ് ആണ് 1 2. സെവൻത്ത് ഇൻക്രീസ് 1 2. എയ്ത്ത് ഇൻക്രീസ് ലാസ്റ്റത്തെ 1 2. അങ്ങനെ നമ്മളിപ്പോൾ ടോട്ടലി 8 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ടോട്ടലി നമ്മൾ 16 സ്റ്റിച്ചസ് ഉണ്ടാവും. അപ്പോൾ 8 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റിച്ച് മാർക്കർ അടുത്ത റൗണ്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൽ സ്റ്റിച്ച് മാർക്കർ ഇടാം. ഓക്കെ, ഇനി റൗണ്ട് 3 എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്നാണ്. അപ്പോൾ ഫസ്റ്റത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് 1 2. സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ഇങ്ങനെ ടോട്ടൽ 6 ടൈംസ് ആണ് ചെയ്യേണ്ടത്. ഇൻക്രീസ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് 1 2. ഓക്കെ, വൺ ടു സോറി ഇൻക്രീസ് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ആൻഡ് ഇൻക്രീസ്. സ്റ്റിച്ചസ് മാറിപ്പോവരുത്. ഒരു സ്റ്റിച്ച് മാറിയാൽ തന്നെ നമ്മുടെ കൗണ്ടും തെറ്റും. അതുകൊണ്ട് സ്റ്റിച്ചസ് മാറരുത്. നമ്മൾ ഒപ്പം തന്നെ കൗണ്ട് ചെയ്തും വരണം കേട്ടോ. എത്ര ടൈംസ് ചെയ്തു, എത്ര എണ്ണം ചെയ്തു എന്നുള്ളത് കൗണ്ട് ചെയ്ത് തന്നെ വരണം. വൺ ടു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടോട്ടലി 24 സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. ഇനി റൗണ്ട് 4 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് അങ്ങനെ 6 ടൈംസ് ആണ് ചെയ്യേണ്ടത്. സ്റ്റിച്ച് മാർക്കർ ഇടാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ 1 2 3. ഇനി ഇൻക്രീസ് 1 2. ഇങ്ങനെ 6 ടൈംസ് ആണ് ചെയ്യേണ്ടത്. 1 2 3. ഇൻക്രീസ് 1 2.
repeat 1 2 3 increase repeat here 1 2 3 increase 1 2 1 2 3 repeat here 1 2 1 2 3 ഇനി increase 1 2 ഇപ്പോൾ റൗണ്ട് 4ഉം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റൗണ്ട് 5ലും ഇതുപോലെ തന്നെ 4 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, 4 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ റൗണ്ട് 6 എത്തുമ്പോൾ 5 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, അങ്ങനെ 6 ടൈംസ് ചെയ്യുക. അതുപോലെ തന്നെ റൗണ്ട് 7 എത്തുമ്പോൾ 6 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, അങ്ങനെ 6 ടൈംസ് ചെയ്യുക. പിന്നെ റൗണ്ട് 8ഉം റൗണ്ട് 11ഉം റൗണ്ട് 8 എത്തുമ്പോൾ റൗണ്ട് 8 തൊട്ട് റൗണ്ട് 11 വരെ സിംഗിൾ ക്രോഷ്യ ഈച്ച്, അതായത് ഓരോ റൗണ്ടിലും സിംഗിൾ ക്രോഷ്യ മാത്രമായിട്ട് ചെയ്യുക. അങ്ങനെ 48 സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടാവുക റൗണ്ട് 7 എത്തുമ്പോൾ. അങ്ങനെ റൗണ്ട് 8 തൊട്ടിട്ട് 11 വരെ 48 സ്റ്റിച്ചസ് വരെ ചെയ്യണം. ഓക്കെ. പിന്നെ അതിന് ശേഷം റൗണ്ട് 12 7 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. പിന്നെ റൗണ്ട് 13 എത്തുമ്പോൾ റൗണ്ട് 13 തൊട്ട് റൗണ്ട് 16 വരെ 6 സിംഗിൾ ക്രോഷ്യ ഈച്ച്. അങ്ങനെ നമുക്ക് ഒരു റൗണ്ട് 13 വരെ ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ. പിന്നെ അതിന് ശേഷം ഓക്കെ റൗണ്ട് 17 വരെ നമുക്ക് ചെയ്തിട്ട് വരാം. 17th റൗണ്ട് എന്ന് പറയുന്നത് 8 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്നുള്ളതാണ്. അപ്പോൾ അതുവരെ നമുക്ക് ചെയ്തിട്ട് വരാം. പിന്നെയുള്ള സ്റ്റെപ്പ് തൊട്ടിട്ടായിരിക്കും കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അവിടെ നിന്ന് ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ റൗണ്ട് 17 വരെ നമുക്ക് ഇപ്പോൾ റൗണ്ട് നമ്മൾ 3 ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. 1 minute 1 2 3 4 റൗണ്ട് 4 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി റൗണ്ട് 17 വരെ നമുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ. നമ്മളിപ്പോൾ റൗണ്ട് 4 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി റൗണ്ട് 5ൽ 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, അങ്ങനെ 6 ടൈംസ് ചെയ്യണം. പിന്നെ റൗണ്ട് 6 ആകുമ്പോഴും 5 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഇനി അവിടെ നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം കൂട്ടിയിട്ട് പിന്നെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ റൗണ്ട് 4ഉം 5 റൗണ്ട് 5 6 7 ഇതൊക്കെ 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 5 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 6 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, ഇങ്ങനെ ഓരോ 6 ടൈംസ് ആയിട്ട് ഓരോ റൗണ്ടിലും ചെയ്യണം. പിന്നെ റൗണ്ട് 8 തൊട്ട് റൗണ്ട് 11 വരെ സിംഗിൾ ക്രോഷ്യ ഈച്ച് ആണ്, അതായത് ഓരോന്നിലും സിംഗിൾ ക്രോഷ്യ മാത്രമായിട്ട് ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമുക്ക് 48 സ്റ്റിച്ചസ് ഉണ്ടാവും റൗണ്ട് 7 എത്തുമ്പോൾ. അങ്ങനെ റൗണ്ട് 8 തൊട്ട് 11 വരെ 48 സ്റ്റിച്ചസിലും സിംഗിൾ ക്രോഷ്യ ചെയ്യണം. പിന്നെ വീണ്ടും നമ്മൾ റൗണ്ട് 12ലേക്ക് എത്തുമ്പോൾ 7 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അങ്ങനെ 6 ടൈംസ് ആയിട്ട് ചെയ്യണം. പിന്നെ അപ്പോൾ ടോട്ടൽ 54 സ്റ്റിച്ചസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ റൗണ്ട് 13 തൊട്ടിട്ട് റൗണ്ട് 16 വരെ സിംഗിൾ ക്രോഷ്യ ഈച്ച്, ഓരോന്നിലും സിംഗിൾ ക്രോഷ്യ ആയിട്ട് ചെയ്യണം. അതായത് 50 സ്റ്റിച്ചസിലും സിംഗിൾ ക്രോഷ്യ മാത്രമായിട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇപ്പോൾ റൗണ്ട് 13 വരെ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ റൗണ്ട് 4ലാണ് ചെയ്തിരിക്കുന്നത്. ഇനി 5 തൊട്ടിട്ട് 16 വരെ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. അങ്ങനെ റൗണ്ട് 17 വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 8 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, അതാണ് റൗണ്ട് 17ൻ്റെ പാറ്റേൺ ഉണ്ടായിരുന്നത്. അങ്ങനെ അതുവരെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതുവരെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത് ഉണ്ടാവും, അതുകൊണ്ടാണ് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, വീഡിയോ എടുക്കാതെ ചെയ്തിട്ടുണ്ടായത്. അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ നല്ല ലെങ്ത് ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റൗണ്ട് 18 ആണ്. അത് ഫസ്റ്റ് 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യണം. ഫസ്റ്റ് 4 സിംഗിൾ ക്രോഷ്യ ചെയ്യണം, പിന്നെ ഇൻക്രീസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് സ്റ്റിച്ച് തൊട്ടിട്ട് 9 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, അങ്ങനെ 5 ടൈംസ് ആയിട്ട് ചെയ്യാം. അതാണ് ബ്രാക്കറ്റിലുള്ളത്. 9 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, അങ്ങനെ 5 ടൈംസ് ചെയ്യുക. അതിനുശേഷം 5 ടൈംസ് കഴിഞ്ഞാൽ പിന്നെ 5 സ്റ്റിച്ചസ് ഉണ്ടാവും, അതിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതാണ് നെക്സ്റ്റ് വരുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാം. 1 സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സിംഗിൾ ക്രോഷ്യ,
ഇനി എന്ന് പറയുന്നത് ഇൻക്രീസ് ആണ്. 1 2. ഇനി ആ ബ്രാക്കറ്റിലുള്ളതാണ്. ഫസ്റ്റ് 9 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ ഇൻക്രീസ് ചെയ്യുക, പിന്നെ 9 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 1 2 3 4 5 6 7 8 9. ഇനി ഇൻക്രീസ് ആണ്. 1 2. സെയിം തന്നെ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. 1 1 2 3 4 5 6 8 9. അവിടെ ഒന്ന് ശരിയായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അഴിച്ച് ചെയ്തത്. കറക്റ്റ് ആയില്ല എന്ന് തോന്നി നമ്മൾ അപ്പം തന്നെ അഴിച്ച് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒരു നീറ്റ്നെസ് ഉണ്ടാവില്ല, പിന്നെ സ്റ്റിച്ചസ് ഒന്നും കറക്റ്റ് ആവില്ല, ചിലപ്പോൾ ഷേപ്പും കറക്റ്റ് ആവില്ല. നെക്സ്റ്റ് 1 2 3 4 5 6 7 8 9. ഇൻക്രീസ് 1 2. ഇപ്പോൾ 2 ടൈംസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയും 3 ടൈംസ് കൂടെ ഉണ്ട്. 3 ടൈംസ് കൂടെ ചെയ്യാം. അങ്ങനെ 9 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആയിട്ട് 5 ടൈംസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 5 സിംഗിൾ ക്രോഷ്യ, ലാസ്റ്റത്തെയാണ് 5 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3. ഞാൻ നേരത്തെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. 4 5. ഓക്കെ, 5. ഇനി വരുന്നത് റൗണ്ട് 19 തൊട്ട് ഡിക്രീസ് സ്റ്റിച്ചാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡിക്രീസ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ 9 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, അതാണ് പാറ്റേൺ വരുന്നത്. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 5 6 7 8 9. ഇനി ഡിക്രീസ് ആണ്. 1 2. 2 സ്റ്റിച്ചും കൂടിയിട്ട് ഡിക്രീസ് ചെയ്യാം. ഇതേ പാറ്റേൺ തന്നെയാണ് നെക്സ്റ്റും ഫുൾ 6 ടൈംസ് ആയിട്ട് ഇത് ചെയ്യണം. 1 2 3 4 5 6 7 8 9. ഇനി ഡിക്രീസ്. ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് വരുമ്പോൾ ഓക്കെ, നമുക്ക് അതും കൂടി നോക്കാം. ഇതിപ്പോൾ ഫുള്ളായിട്ട് റൗണ്ട് 19 ആണ്. ആ 19 9 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, 9 സിംഗിൾ ക്രോഷ്യ ഡിക്രീസിന് ബാക്കി 2 ടൈംസ് 2 അല്ല 3 ടൈംസ് കൂടെ ചെയ്തിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ റൗണ്ട് 19 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് 20th റൗണ്ടാണ്. അത് 4 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, പിന്നെ 8 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, പിന്നെ അത് 8 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് എന്നുള്ളത് 5 ടൈംസ് ചെയ്യുക, പിന്നെ 4 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. അങ്ങനെ 54 സ്റ്റിച്ചസ് ഉണ്ടാവും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും കൗണ്ട് ചെയ്യണം. ഇത് റൗണ്ട് 20th എന്ന് പറയുന്നത് 18th റൗണ്ട് ഉണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ അതിൽ 9 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആയിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ 8 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് ആയിട്ട് ഇനി നമ്മൾ ഡിക്രീസ് സ്റ്റിച്ചിലേക്ക് വരുന്നത്, അപ്പോൾ ഡിക്രീസ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ചെയ്യാം. ആദ്യം 4 സിംഗിൾ ക്രോഷ്യ
1 2 3 4 ഡിക്രീസ് ആണ്. ഇനി നെക്സ്റ്റ് 8 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, അങ്ങനെ 5 ടൈംസ് ആയിട്ട് ചെയ്യണം. 1 2 3 4 5 6 7 8 decrease. Repeat 1 2 3 4 5 6 7 8 decrease. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 decrease. ഓക്കെ, ഇനിയും റിപ്പീറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 decrease. ഇനി അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി ചെയ്യണം. എന്നിട്ട് 4 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 5 6 7 8 decrease. ഇനി 4 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. 3 4. ഓക്കെ, അങ്ങനെ റൗണ്ട് 20 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റൗണ്ട് 21 തൊട്ടിട്ട് ഫുൾ ഡിക്രീസ് ആണ്. അതായത് 21 7 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, അങ്ങനെ 6 ടൈം ചെയ്യുക. 4 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, പിന്നെ 3 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, 2 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, അങ്ങനെ ഡിക്രീസ് ചെയ്ത് വരിക. ഓക്കെ, ഇനി നമുക്ക് ഐ ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. ഈ സേഫ്റ്റി ഐസ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ, അല്ലെങ്കിൽ നമ്മൾ ഫില്ലിങ് ചെയ്യുന്നതിൻ്റെ മുൻപൊക്കെ ആയിട്ട് തന്നെ ചെയ്യണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വീ ചെയ്ത് ആ ഒരു ടൈമിൽ നമുക്ക് യാൺ വെച്ചിട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ വേണമെങ്കിലും ചെയ്യാം. റൗണ്ട് 15 തൊട്ടിട്ട് 16th റൗണ്ടിലാണ് നമ്മൾ ചെയ്യേണ്ടത്. 11 ഡിസ്റ്റൻസ് ഉള്ള അവിടെ 11 ഡിസ്റ്റൻസ് വേണം. അതായത് ഇപ്പോൾ റൗണ്ട് 15 നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഈ റൗണ്ടിലും ഈ 16, ഈ 2 റൗണ്ടിൻ്റെ ഇടയിലായിട്ടാണ് നമുക്ക് ഐ സ്വീ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ബീഡ്സ് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കണമാണ്. ഇനി ഓരോ സ്റ്റിച്ചിന് 11 സ്റ്റിച്ചിൻ്റെ അങ്ങോട്ടായിട്ടാണ് വേണ്ടത്. അപ്പം നോക്കാം. 1 2 3 4 5
6 7 8 9 10 11 12 11 ഇങ്ങനെയാണ് ഐസ് വയ്ക്കേണ്ടത്. 11 സ്റ്റിച്ചസിൻ്റെ ഇടയിലായിട്ട് 11 സ്റ്റിച്ചസിൻ്റെ ഡിസ്റ്റൻസിൽ ആയിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സ്വിച്ച് ചെയ്തിട്ട് വന്നിട്ട് സ്വിച്ച് ചെയ്യല്ല, ഫുൾ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഫില്ല് ചെയ്യുമല്ലോ, ആ ഒരു ടൈമിന് മുൻപായിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമ്മളിതിൽ ഫിക്സ് ചെയ്യുമ്പോൾ ഇതിൽ ബോഡിയിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ ഏതാണോ നല്ല പോർഷൻ, എവിടെയാണോ നല്ലത് നോക്കിയിട്ട് നീറ്റായിട്ട് ഏത് ഭാഗത്താണോ എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്താക്കിയിട്ട് നമുക്ക് ഐസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, കുറച്ചും കൂടി ഡിക്രീസ് സ്റ്റിച്ചസ് കൂടി ചെയ്തിട്ട് നമുക്ക് നല്ല നീറ്റായിട്ടുള്ള തോന്നുന്ന ഒരു ഭാഗം നോക്കിയിട്ട് അവിടെ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് റൗണ്ട് 21 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. റൗണ്ട് 21 തൊട്ട് നമുക്ക് ഡിക്രീസ് സ്റ്റിച്ചസ് തുടങ്ങാം. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് വരാം.